A very warm welcome to you all to this beautiful and wonderful evening. നമസ്കാരം. ഒരുപക്ഷെ വേറൊരു നാട്ടുകാർക്കും അവകാശപ്പെടാനാകാത്ത വിധം കേരളത്തിലെ കലയുടെയും സാഹിത്യത്തിന്റെയും സാംസ്കാരിക കായിക വിനോദ മേഖലകളിലും പ്രമുഖരുടെ ജന്മം കൊണ്ട് പ്രകൃതി അതിന്റെ എല്ലാ ഭാവങ്ങളും നിറം ചാർത്തി അനുഗ്രഹിച്ച് കടലും പുഴയും വയലും മലയും കാടും തോടും കൊണ്ട് അനുഗ്രഹീതമായ കേരളത്തിലെ കൊച്ചു പ്രദേശമാണ് തിക്കോടി. തിക്കോടിയിലെ 2000 പരം വരുന്ന പ്രവാസികളുടെ അതിജീവനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഗ്ലോബൽ തിക്കോറിയൻസ് ഫോറം അഥവാ GTF എന്ന സംഘടന രൂപം കൊണ്ടത്. ഗ്ലോബൽ അടിസ്ഥാനത്തിൽ GTF സംഘടിപ്പിക്കുന്ന കലാവിരുന്ന സർഗോത്സവം 2021 കുവൈറ്റ് ഘടകത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ഇവിടെ തിരശ്ശീല വരുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കൊറോണ എന്ന മഹാമാരി ലോകത്തെല്ലായിടത്തും ഭീതിയും അനിശ്ചിതത്വവും സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. GTFന്റെ മറ്റു ചാപ്റ്ററിൽ നിന്ന് അപേക്ഷിച്ച് കുവൈറ്റ് ഘടകം ഇതിന്റെ അസ്വസ്ഥതയും അനിശ്ചിതത്വവും വളരെയേറെ അനുഭവിക്കുന്നുണ്ട്. കാരണം യാത്രാ അനിശ്ചിതത്വം നേരിടുന്ന കുവൈറ്റ് പ്രവാസികൾ നാട്ടിലേക്ക് പോവാനും അതുപോലെ തന്നെ തിരിച്ചു വരാനുമുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ സർഗോത്സവം 2021 കടന്നു വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും വളരെ മികച്ച രീതിയിൽ ഇത് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഭിമാനപൂർവ്വം എടുത്തു പറയേണ്ടതാണ് നമ്മുടെ കുവൈറ്റ് ഘടകം കുവൈറ്റിലെ അംഗങ്ങൾക്കായി നടത്തുന്ന ഒരു ബിസിനസ്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് കുവൈറ്റ് ചാപ്റ്റർ. ആ ഒരു അഭിമാന നിമിഷവും കൂടിയാണ് ഇപ്പോൾ. തിക്കോടിയിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പറിച്ചു നടപ്പെട്ടവർ ആ ഒരു പാരമ്പര്യം പേറിക്കൊണ്ട് അവരുടെ നാടുകളിൽ അവർ കലയെയും മറ്റു പ്രോത്സാഹിപ്പിക്കുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടപെടലുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് GTF സംഘടിപ്പിക്കുന്ന ഈ സർഗോത്സവം 2021. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും കുളിർമയേകുന്ന ഈ പ്രോഗ്രാം ആസ്വദിക്കാനും അതിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സർഗോത്സവം 2021 കുവൈറ്റ് ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും കലാവിഭാഗം സെക്രട്ടറിയുമായ സുരീന്ദ്രൻ പാലൂരിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട GTF സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മാസങ്ങളായി നമ്മളെല്ലാവരും അടച്ചിരിപ്പിന്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പരസ്പരം നേരിൽ കാണാൻ പറ്റാത്ത വിധം എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പറ്റാവുന്നത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സർഗോത്സവം പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള 2021 GTF കുവൈറ്റ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് GTF കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ നജിമുദ്ദീൻ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം
ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് എത്തിയിരിക്കുന്നത്. കേരള ഫുട്ബോൾ ടീം കോച്ചും കമന്റേറ്ററും മുൻ സന്തോഷ് ട്രോഫി ടീം ക്യാപ്റ്റനുമായ ബിനീഷ് കിരണാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സാന്നിധ്യം കൊണ്ട് സദസ്സിനെ ധന്യമാക്കാനായി നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ താരങ്ങളായ അഞ്ജലി അമീറിനെയും അപർണ ബാലമുരളിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നാടൻ പാട്ടുകാരി അതുല്യ സാമിനും പ്രിയ ഗായകൻ വിപിൻനാഥിനെയും ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സർഗോത്സവത്തിന് നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സർഗോത്സവത്തിൽ പങ്കെടുക്കുന്ന GTF കുവൈറ്റ് ചാപ്റ്ററിന്റെ കലാകാരന്മാരെയും സർഗോത്സവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ നജിമുദ്ദീൻ അവർകളെ ക്ഷണിച്ചുകൊണ്ടും എന്റെ സ്വാഗത ഭാഷണം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണത്തിനു വേണ്ടി കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രസിഡന്റായ നജ്മുദ്ദീനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. GTF കുവൈറ്റ് ചാപ്റ്ററിൻ്റെ എളിയക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, GTF സർഗോത്സവം കോർഡിനേഷൻ ചെയർമാൻ, വിവിധ ചാപ്റ്ററുകളുടെ GTF പ്രതിനിധികളെ, മറ്റു GTF കുടുംബാംഗങ്ങളെ, അതുപോലെ ഈ പരിപാടി ഓൺലൈനിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വീക്ഷിക്കുന്ന സഹൃദയരെ എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുകയാണ്. GTF അതിൻ്റെ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കർമ്മപദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ അഭിമാനമായ GTF സ്റ്റീൽസ് നമ്മുടെ നാട്ടിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ അടയാളമായി നിലകൊള്ളുകയാണ്. അതിൻ്റെ വിജയത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നാം കുവൈത്തിൽ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ എല്ലാ വർക്കുകളും ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അത് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. GTF കുവൈറ്റ് ചാപ്റ്ററിലെ ഓരോ അംഗവും അതിൻ്റെ ഭാഗമാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നാമേ ഉണ്ടാവൂ എന്ന തിരിച്ചറിവ് ഇനിയും നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ നാം ഒരു പരാജയപ്പെട്ട സമൂഹമായി മാറിപ്പോകും. അതോടൊപ്പം ഈ ഒരു പരിപാടി വിജയമാക്കുന്നതിൽ ശ്ലാഘനീയമായ ഇടപെടലുകൾ നടത്തിയ GTF സർഗോത്സവം കോർഡിനേഷൻ കമ്മിറ്റിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നമ്മുടെ വിവിധ കുടുംബാംഗങ്ങൾക്കും മറ്റും ഇതിൻ്റെ ഭാഗമാകാൻ ഒരുക്കിയ ഗ്ലോബൽ കമ്മിറ്റിക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഈ പരിപാടി നല്ല നിലയിൽ ആസ്വദിക്കാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. 40 വർഷത്തോളമായി കുവൈറ്റിൽ പ്രവാസ ജീവിതം നയിക്കുന്ന GTF കുവൈറ്റ് ചാപ്റ്ററിന്റെ നട്ടെല്ലായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ബഹുമാനപ്പെട്ട അബു കോട്ടയിലിനെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഈ സന്ദേശം നൽകുവാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, GTF കുവൈറ്റ് ചാപ്റ്ററിന്റെ ഊർജ്ജസ്വലായ പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. GTFന്റെ എല്ലാ ചാപ്റ്ററുകളുമായി സർഗോത്സവം 2020-21 എന്ന പേരിൽ വലിയൊരു കലാ മാമാങ്കം കൊണ്ടാടുകയാണല്ലോ. അതിൻ്റെ ഭാഗമായി കുവൈറ്റിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സർഗോത്സവം പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. GTFന്റെ അംഗങ്ങളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഇത്തരം കലാപരിപാടികളിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മഹാമാരി കാലത്ത് ഒരുപാട് മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നുപോകുന്ന നമ്മിൽപ്പെട്ട പലർക്കും ഇത്തരം പരിപാടികൾ ഒരു മാനസിക ഉല്ലാസത്തിന് വഴിവെക്കട്ടെ. ഒരു സദസ്സിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പരിപാടി നടത്തുവാൻ നമുക്ക് ഈ സാഹചര്യം അനുവദിക്കുന്നില്ലല്ലോ എന്ന ഒരു വിഷമം ഉണ്ടെങ്കിൽ
പോലും ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നത് ഒരു ആശ്വാസം തന്നെയാണ്. എല്ലാ അംഗങ്ങളും തന്നാൽ കഴിയുന്ന പോലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും കാത്തിരുന്ന സർഗോത്സവം 2021 ഉദ്ഘാടനത്തിനായി മുൻ കേരള സന്തോഷ് ട്രോഫി ക്യാപ്റ്റനും കേരള ഫുട്ബോൾ ടീം കോച്ചും കമന്റേറ്ററുമായ ബിനീഷ് കിരനെ ബഹുമാനത്തോടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ബിനീഷ് കിരൺ. ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം GTF എന്ന കൂട്ടായ്മ അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുകയാണ്. ഇതിപ്പോൾ അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനായി ഒരു കലാമാമാങ്കം തന്നെ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലമാണ്. വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് കല എന്നും ഒരു സഹായകരം തന്നെയായിരിക്കും. സർഗോത്സവം 2021 എന്ന ഒരു കലാമാമാങ്കം കുവൈറ്റ് ചാപ്റ്റർ GTF സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ പ്രോഗ്രാമിന്റെ സംഘാടകർക്ക് എന്റെ ഏറ്റവും വലിയ അഭിനന്ദനം അറിയിക്കുന്നു. പിന്നണി പ്രവർത്തകർ അവരാണ്. ഇനി അരങ്ങത്ത് വരാനിരിക്കുന്നവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. ഈ സർഗോത്സവം 2021 കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നടിയും ഗായികയുമായ അപർണ ബാലമുരളി, മഹേഷിന്റെ പ്രതികാരം, സൺഡേ ഹോളിഡേ എന്നീ സിനിമകളിൽ ശക്തമായ കഥാപാത്രമായിക്കൊണ്ട് മലയാള മനസ്സിൽ ഇടം നേടിയ പാട്ടുകാരിയായ അഭിനേത്രിയാണ് അപർണ ബാലമുരളി. ആശംസ പറയാൻ വേണ്ടി അപർണ ബാലമുരളിയെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ അപർണ ബാലമുരളി. ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സർഗോത്സവം 2021 എന്ന പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു സാംസ്കാരിക രംഗത്തും വളരെയേറെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന GFTക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഈ പ്രോഗ്രാം വലിയൊരു സക്സസ് ആണ്. പേരമ്പു എന്ന സിനിമയിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ച അഞ്ജലി അമീർ ആശംസ പറയാൻ വേണ്ടി അഞ്ജലി അമീർ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ അഞ്ജലി അമീർ. തിക്കോടിക്കാരുടെ കൂട്ടായ്മയായ GTF കുവൈറ്റിൽ വെച്ച് നടത്തുന്ന സർഗോത്സവം 2021 എന്റെ എല്ലാവിധ വിജയാശംസകളും. അപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിഷ് യു ഓൾ സക്സസ്. കുവൈറ്റ് ചാപ്റ്റർ ചെയർമാൻ അബു കോട്ടയിൽ നിർമ്മിച്ച് വിബീഷ് തിക്കോടി രചനയും ബിജു തിക്കോടി ആലാപനവും രൂപേഷ് തിക്കോടി സംവിധാനവും ചെയ്ത കനിവിന്റെ ദേശം എന്ന വീഡിയോ ആൽബം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ.
കഥ പറഞ്ഞുറക്കുന്ന കോടിക്കൽ തീരവും അഴലിനെ മാറ്റിടും അകലാപ്പുഴയും. കഥ പറഞ്ഞുറക്കുന്ന കോടിക്കൽ തീരവും അഴലിനെ മാറ്റിടും അകലാപ്പുഴയും. നീലാകാശങ്ങൾക്ക് ചുംബനമേകും ഇടഞ്ഞിക്കുന്നും മലബാറിന്നു കാവലിരിക്കും വെള്ളിയാൻ കല്ലും. ചേർന്നൊരുക്കിയ ദേശം എത്ര മനോഹര ദേശം. പാലൂർ നമ്മുടെ ദേശം തിക്കോടി സുന്ദര ദേശം. കുഞ്ഞാലി മരയ്ക്കാറും സൈന്യവും അംഗം വെട്ടി ജയിച്ചൊരു പൈതൃകദേശം. വീരനം കുഞ്ഞാലി മരയ്ക്കാറും സൈന്യവും അംഗം വെട്ടി ജയിച്ചൊരു പൈതൃകദേശം. ദിശയറിയാനായി നാവികർക്ക് വഴികൾ കാട്ടിടും വിളക്കുമാടം പോലെ നാടി വെളിച്ചമേകിടും മഹാരഥന്മാർ നാട് തിക്കോടിയൻ തന്ദേശം. എത്ര മനോഹര ദേശം തിക്കോടിയെന്നൊരു ദേശം. പിറന്ന നാടിൻ നന്മ നിറച്ചവരാ ഈ പ്രവാസ മണ്ണിൽ ഒത്തൊരുമിച്ച് നമുക്ക് തുഴയാം നാടിനുയിരിന്ന കണ്ണീരൊപ്പം കഥനം മാറ്റാം. സ്നേഹം നൽകിടാ സ്നേഹം നൽകിടാ സ്നേഹം നൽകിടാ സ്നേഹം നൽകിടാ. സോഷ്യൽ മീഡിയകളിൽ പാട്ടുകൊണ്ട് തരംഗം സൃഷ്ടിക്കുന്ന നാടൻ പാട്ട് കലാകാരിയായ അതുല്യ സാം. ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ അതുല്യ സാമിനെ ഞാൻ ഇവിടെ ആശംസ പറയാൻ വേണ്ടി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണ് നിന്നു ചിരിക്കല്ലേടി നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി. കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണ് നിന്നു ചിരിക്കല്ലേടി നിന്നോട് എനിക്കെന്തോന്നു തോന്നുന്നേടി. താനോ തനന്തിനന്താന് താനോ താനന്തിനന്താന് താനോ തനന്തിനന്താന് തന്തിന്നാനേ താനോ തനന്തിനന്താന് താനോ താനന്തിനന്താന് താനോ തനന്തിനന്താന് തന്തിന്നാനേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അതുല്യ സാം. ഞാൻ ഒരു നാടൻപാട്ട് കലാകാരിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് പ്രവാസ ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ കഴിഞ്ഞതിന്. നമുക്കറിയാം കേരളത്തിൻ്റെ പ്രവാസ ലോകം ഇന്ന് കാണുന്ന ഒരു ആധുനിക കേരളത്തിന് ഏറ്റവും അധികം മുന്നോട്ടു പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു സമൂഹം എന്ന് തന്നെ
നമുക്ക് പ്രവാസ ലോകത്തെ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം GTF എന്ന ഈ സംഘടനയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. ഇന്ന് ഈ തിക്കോഡിയൻസിനോട് സംസാരിക്കാൻ തന്നെയാണല്ലോ ഒരു സമയം നമ്മളിപ്പോൾ വിനിയോഗിക്കുന്നത്. കൃത്യമായിട്ട് എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നു. അതിനപ്പുറമായി ലോകം മുഴുവൻ കൊറോണ പോലെ അല്ലെ കോവിഡ് പോലെ പ്രതിസന്ധി ഘട്ടത്തിൽ നിലനിൽക്കുമ്പോഴും മറ്റു ദുരന്തമുഖങ്ങളിലും പെട്ട സമയങ്ങളിലൊക്കെ തന്നെ കേരളത്തെ വിസ്മരിക്കാതെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലടക്കം സംഭാവന ചെയ്തു സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഒപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയിലും മുൻപന്തിയിലാണെന്ന് തെളിയിച്ച ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടന കൂട്ടായ്മ തന്നെയാണ് ഈ GTF ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല ഇപ്പോൾ ഓൺലൈനായി സംഘടിപ്പിക്കുന്ന ഈ സർഗോത്സവം എന്ന കലോത്സവ പരിപാടികൾക്ക് ആശംസകൾ അറിയിക്കുക എന്ന ഒരു വലിയ കർമ്മത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓൺലൈൻ സർഗോത്സവ പരിപാടി വളരെ വീർപ്പുമുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ കഴിവുകളെ പോഷിപ്പിക്കുവാൻ തന്നെ സന്നദ്ധമാക്കിക്കൊണ്ടല്ലേ മുൻനിർത്തിക്കൊണ്ട് ആ ഒരു ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നടത്തുന്ന GTF നടത്തുന്ന ഈ ഒരു ഓൺലൈൻ സർഗോത്സവ പരിപാടികൾക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതിൽ പങ്കാളികളാകുന്ന എല്ലാ ആളുകൾക്കും ഒപ്പം എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ ഹൃദയംഗമായ ആശംസയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പാട്ടിന്റെ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ മൾട്ടി ടാലന്റഡായ വിപിൻ നാഥ് ആശംസ പറയാൻ വേണ്ടി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിപിൻ നാഥാണ്. GTF ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം ഒരുപാട് നന്ദിയോടെ സ്മരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. നാട്ടരങ്ങ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച് അതിലെന്നെ നിങ്ങൾ ഉൾപ്പെടുത്തിയതും എല്ലാം മനസ്സിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊറോണ സാഹചര്യത്തിൽ എല്ലാവരും തന്നെ മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു അവസരത്തിൽ GTF സർഗോത്സവം 2021 എന്നൊരു പ്രോഗ്രാം ഓൺലൈൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതായി അറിഞ്ഞു. ഒരുപാട് സന്തോഷം. ഈ ഒരു അവസരത്തിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നത് തന്നെ വലിയൊരു സാന്ത്വനമായിരിക്കും എല്ലാവർക്കും തന്നെ. കൂടാതെ നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും തന്നെ അവരവരുടെ കഴിവുകൾ ഓൺലൈനായി ആസ്വദിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. ഈ ഒരു അവസരം എല്ലാവരും തന്നെ പരമാവധി വിനിയോഗിക്കുക. എന്തായാലും GTFന് ഈ സർഗോത്സവം 2021 എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി. സർഗോത്സവം 2021 ഗ്ലോബൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനായ അഫ്സൽ കളപ്പുരയിലെ ആശംസ പറയുവാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വിശിഷ്ട അതിഥികളെ, GTF കുവൈത്ത് ചാപ്റ്ററിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. തികച്ചും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ GTF സർഗോത്സവം 2021 എന്ന പരിപാടി വളരെ വിപുലമായി ആഘോഷിക്കുന്നത്. ബഹ്റൈൻ, ഖത്തർ എന്നീ ചാപ്റ്ററുകളിലെ പരിപാടി അവസാനിച്ചു. ഇന്ന് നമ്മൾ കുവൈത്തിലെ ഘടകത്തിന്റെ ഉദ്ഘാടന പരിപാടി അതിഗംഭീരമായി നടത്തുകയാണ്. അടുത്ത ആഴ്ച UAE ചാപ്റ്ററിന്റെതും അതിനുശേഷം സെൻട്രൽ ചാപ്റ്ററിന്റെയും നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും സാഹചര്യം എന്ന് പറയുമ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രതികൂലമായ സാഹചര്യത്തിന് വിപരീതമായി നീന്തി വിജയം കൈവരിച്ച ആളുകളാണ്. നമ്മൾ ഈ പരിപാടിയായി മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ, ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയും പാനിക്കായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു മഹോത്സവം നമ്മൾ നടത്തിയെടുക്കാൻ കഴിയുക എന്നുള്ള ഒരു വലിയ ഒരു ആത്മവിശ്വാസ കുറവ് നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ തന്നെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ പരിപാടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും വരും ദിനങ്ങളിൽ ഈ ഒരു മാമാങ്കം അതിഗംഭീരമായി നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും പ്രത്യേകിച്ച് കുവൈത്ത് ചാപ്റ്ററിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്, വിജയങ്ങൾ നേരുകയാണ്. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്. GTF കുവൈറ്റ് ചാപ്റ്ററിന്റെ സാരഥികളെ ആശംസ പറയുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുവൈത്തിന്റെ സർഗോത്സവം 2021 എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. സലാം അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ് തിക്കോടി. GTF സർഗോത്സവം 2021 എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. GTF കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സർഗോത്സവം 2021 എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. GTF കുവൈറ്റ് ചാപ്റ്റർ സർഗോത്സവത്തിന് എല്ലാവിധ ആശംസകളും. GTFന്റെ സർഗോത്സവത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. GTF കുവൈറ്റ് ചാപ്റ്ററിന്റെ സർഗോത്സവ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ഗ്ലോബൽ തിക്കോഡിയൻ ഫോറം സംഘടിപ്പിക്കുന്ന സർഗോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ സുമേഷ് തിക്കോടി. നമ്മുടെ GTFന്റെ സർഗോത്സവം 2021 പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സർഗോത്സവം 2021 എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. GTF കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സർഗോത്സവം 2021 എന്ന പ്രോഗ്രാമിനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗ്രേറ്റ് സക്സസ്. താങ്ക് യു. സാംസ്കാരിക സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുവാൻ വേണ്ടി GTF കുവൈറ്റ് ചാപ്റ്ററിന്റെ ജനറൽ സെക്രട്ടറിയായ ഷെൽവരാജ് VM ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഗ്ലോബൽ അടിസ്ഥാനത്തിൽ GTF കലാകാരന്മാർ മാറ്റുരയ്ക്കുന്ന സർഗോത്സവം 2021 ഭാഗമായുള്ള കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളെ പറ്റി. പരിപാടികൾ ആസ്വദിക്കുക എന്നതിലുപരി നമ്മുടെ നാട്ടുകാരുടെ ഒരു ഒത്തുചേരൽ, അവരോടൊത്തുള്ള സൗഹൃദവും സ്നേഹവും പങ്കിടാനുള്ള ഒരു വേദി, അതൊരു ഉത്സവമാക്കി ആഘോഷമാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു. നമ്മുടെ ജോലിയുടെ തിരക്കിലും ടെൻഷനുകൾക്കുമിടയിൽ നമുക്ക് കിട്ടിയൊരു ആശ്വാസം തന്നെയായിരുന്നു ആ ഒത്തുചേരലും സൗഹൃദവും സ്നേഹവും ഒക്കെ. ഈ കൊറോണക്കാലം അതൊക്കെ കൂടി തന്നെയാണ് നമ്മളിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത എന്തെന്ന്, ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും മറ്റൊരു വിധത്തിൽ അനുകൂലമാക്കി മാറ്റാനുള്ളൊരു പ്രത്യേക ഒരു കഴിവ് നമ്മൾ മലയാളികൾക്ക് തന്നെയുണ്ട്. ഓൺലൈനായി നമ്മൾ നടത്തുന്ന ഈ സർഗോത്സവം 2021 നമുക്കും അതിലൂടെ തന്നെ നോക്കിക്കാണാവുന്നതാണ്. ഇന്നത്തെ ചടങ്ങിലെ എൻ്റെ ചുമതല എന്നത് ഈ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്നതാണ്. അതിലേക്കായി ഞാൻ കടക്കുകയാണ്. ഓൺലൈനായി ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തിയെടുക്കുക എന്നത് വളരെ ക്ലേശകരമായ കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം. ഇതിനായി ജോലിത്തിരക്കിനും മറ്റ് ബുദ്ധിമുട്ടുകൾക്കിടയിൽ തന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും, ഒപ്പം പേരെടുത്ത് പറയാവുന്ന നജിമുദ്ദീൻ, ഷുഹൈബ് കുന്നോത്ത്, ഫിറോസ് കുളങ്ങര, അബൂക്ക, ഒപ്പം മറ്റു ഭാരവാഹികൾക്കുമുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസ അറിയിച്ചത് നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ സുരേന്ദ്രനാണ്. ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് കർമ്മദിനനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ നജിമുദ്ദീനാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു തന്നത് മുൻ സന്തോഷ് ട്രോഫി ടീം ക്യാപ്റ്റനും കേരള ഫുട്ബോൾ ടീം കോച്ചും കമന്റേറ്ററുമായ ബിനീഷ് കിരണാണ്. എല്ലാവർക്കും കുവൈറ്റ് ചാപ്റ്ററിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കുവൈറ്റ് ചാപ്റ്ററിന്റെ മാർഗനിർദ്ദേശിയും ഊർജ്ജസ്വലനുമായ ചെയർമാൻ പ്രിയ അബു കോട്ടയിൽ അബൂക്കാക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങിനായി ഞങ്ങൾക്ക് ആശംസകൾ അറിയിച്ച് സഹകരിച്ച പ്രശസ്ത താരങ്ങളായ അപർണ ബാലമുരളി, അഞ്ജലി അമീർ, നാടൻപാട്ട് കലാകാരി അതുല്യ സാം, നമ്മുടെ സ്വന്തം ഗായകൻ വിപിൻനാഥ് പയ്യോളി എന്നിവർക്കും കുവൈറ്റ് ചാപ്റ്ററിനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.
ചടങ്ങിന് ആശംസ അറിയിച്ച സർഗോത്സവം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായ അഫ്സൽ കളപ്പുരയിൽ, UAE ചാപ്റ്ററിന് വേണ്ടി ആശംസ അറിയിച്ച നിയാസ് തിക്കോടി എന്നിവർക്കും കുവൈറ്റ് ചാപ്റ്ററിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഈ ഉദ്ഘാടന ചടങ്ങിലെ ഗാനസന്ധ്യയ്ക്കായി സംഗീത വിരുന്ന് സമ്മാനിച്ച പ്രിയ ഗായകൻ വിപിൻനാഥ് പയ്യോളി, ബഹ്റിൻ ഘടകാംഗം കബീർ തിക്കോടി, UAE ഘടകാംഗം മുസ്തഫ നാലകത്ത്, ഖത്തർ ചാപ്റ്റർ അംഗം റഫീഖ് കളത്തിൽ, ബഹ്റിൻ ചാപ്റ്റർ അംഗം സിജി രാധാകൃഷ്ണൻ, സരഞ്ജിത്ത് തിക്കോടി, കുവൈത്തിന്റെ ഭാവഗായകൻ ബിജു തിക്കോടി, സുരേന്ദ്രൻ, ശ്രീജിത്ത്, അലോന പ്രജോദ്, സംഗീത പ്രജോദ്, ഫർസീൻ, അസർ തുടങ്ങി എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഒപ്പം ഈ ചടങ്ങിന് ആങ്കറായി നിന്ന് വളരെ മികച്ച രീതിയിൽ അവതരണം നടത്തിയ ഷിഹോയ് കുന്നത്തിന്റെ മകൾ അദീബ മെഹറിനുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ ചടങ്ങ് ഓൺലൈനായി വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചാർത്തിക്കൊണ്ട് കണ്ണിന്റെയും കാതിന്റെയും ഇമ്പമൂറുന്ന കലാമത്സരങ്ങളിതാ തുടങ്ങുകയായി. ജാതിമതങ്ങൾ രാഷ്ട്രീയ കൊടികൾ ഉള്ളവൻ ഇല്ലാത്തവൻ വേർതിരിവില്ല. GTFനായി നമുക്കൊരുമിക്കാം, എല്ലാവർക്കും മാതൃകയായി മാറണം നമ്മൾ, എല്ലാവർക്കും വഴികാട്ടികളായി തീരണം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓൺലൈനിലൂടെ സംഘടിപ്പിക്കുന്ന കലാമാമാങ്കത്തിന് മാറ്റുകൂട്ടാനായി പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ ഒട്ടനവധി കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ അണിനിരത്തിക്കൊണ്ടുള്ള GTF കുവൈറ്റ് ചാപ്റ്ററിൻ്റെ സർഗോത്സവം 2021 സർവ്വവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. GTF UAE ചാപ്റ്ററിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം നിയാസ് തിക്കോടി. താങ്ക് യു. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ കബീർ തിക്കോടി, GTFന്റെ കുവൈറ്റ് ചാപ്റ്ററിന്റെ സർഗോത്സവ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. സ്വർഗം താണിറങ്ങി വന്നതോ. വണ്ടണഞ്ഞാൽ പൂവിനൊരു ചാഞ്ചാട്ടം, ചുണ്ടിനുള്ളിൽ പുഞ്ചിരിയുടെ തീരനോട്ടം, മനമറിയാതെ എൻ തനുവറിയാതെ ഒരു ലഹരിയിൽ ഒഴുകിടുന്നു ഞാൻ, ഒരു ലഹരിയിൽ
താനിറങ്ങി വന്നതോ മലയെടുത്തു മടിയിൽ വച്ച മേഘങ്ങൾ മനമണഞ്ഞു പുൽകി നിന്ന മോഹങ്ങൾ കൊച്ചു തന്നലേ മണിപ്പൂന്തന്നലേ കുളിരലകളിൽ ഒഴുകി വരൂ നീ, കുളിരലകളിൽ ഒഴുകി വരൂ നീ. ഓഹോ 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 സ്വർഗം താനിറങ്ങി വന്നതോ സ്വപ്നം പീലി നീർത്തി നിന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും അണുവലിയും വീരൻ കാറ്റിൽ ഇളയാറും ഇലയാടും കുളിരുരാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിനാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോട് തരിയിടും മണ്ണൊരിരും മണമോ പെണ്ണിനു വിയപ്പാകെ മധു കണമോ ഞാത്തോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളവാക്കും കളമൊഴിയ ഒത്തികൾ പകൽ നീളക്കിനാ കാണും മുട്ടിടുമനുരാഗക്കരൽ പോലെ മണ്ണിനു ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. പ്രിയമുള്ളവരെ, ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം സർഗോത്സവത്തിന്റെ ഭാഗമായി കുവൈറ്റ് ചാപ്റ്ററിന്റെ ഉദ്ഘാടന മഹാമഹം ഇന്ന് നടന്നിരിക്കുകയാണ്. കുവൈറ്റ് ചാപ്റ്ററിന്റെ ഭാരവാഹികൾക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കും എന്റെയും ഖത്തർ ചാപ്റ്ററിന്റെയും പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.
आ जहाँ भी ले जाए राहें, हम संग हैं। मेरे तेरे दिल का ये था एक दिन मिलना, जैसे बहार आने पर थे ये फूल के खिलना। ओ मेरे जीवन साथी, तेरे मेरे सपने अब एक रंग है। आ जहाँ भी ले जाए राहें, हम സംഘ ഹേ. പ്രിയരെ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മുസ്തഫ നാലകത്ത്. ഈ വരുന്ന വെള്ളിയാഴ്ച GTF കുവൈറ്റ് ചാപ്റ്റർ ഒരുക്കുന്ന സർഗവേദിയുടെ ഉദ്ഘാടനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സഞ്ജിത് തിക്കോടി. ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന GTF കുവൈറ്റ് ചാപ്റ്റർ ഒരുക്കുന്ന സർഗോത്സവത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ
തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു മമ മോഹം നീയറിഞ്ഞു അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ മൈനകൾ പദങ്ങൾ പാടുന്നു കൈതകൾ വിലാസമാടുന്നു മൈനകൾ പദങ്ങൾ പാടുന്നു കൈതകൾ വിലാസമാടുന്നു കനവെല്ലാം കതിരാകുവാൻ എന്നുമെൻ്റെ തുണയാകുവാൻ വരദേ അനുവാദം നീ തരില്ലേ അനുവാദം നീ തരില്ലേ അനുരാഗിണി ഇതായൻ കരളി പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ മാരനൊരാൾ തേരിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാരനൊരാൾ തേരിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തനതിന്ത താരതിന്ത താരിന്നോ താരിന്ന താരതിന്ത താരിന്നോ താരതിന്ത താരതിന്ത താരിന്നോ താരിന്ന താരതിന്ത താരിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മദനത്തെ നുരയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ മദനത്തെ നുരയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ തനതിന്ത താനതിന്ത താരിന്നോ
താനിന്നെ താനതിന്ത താനിന്നോ താനതിന്ത താനതിന്ത താനിന്നോ താനിന്ന താനതിന്ത താനിന്നോ 14-ാം കാത്തിരിപ്പൂ കൺമണി കാത്തിരിപ്പൂ കൺമണി ഉറങ്ങാത്ത മനമോടെ നിറമാർന്ന നിലവോടെ മോഹാർദ്രമേ മൺതോണിയിൽ കാത്തിരിപ്പൂ കാത്തിരിപ്പൂ അടങ്ങാത്ത കടൽ പോലെ ശരക്കാലമുകിൽ പോലെ ഏകാന്തമേ പൂഞ്ചിപ്പിൽ കാത്തിരിപ്പൂ എല്ലാവർക്കും നമസ്കാരം. GTF സർഗോത്സവം 2021 ഇന്ന് നടന്ന GTF കുവൈറ്റ് ചാപ്റ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിനും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കലാമാമാങ്കത്തിനും GTF ബഹ്റൈൻ ചാപ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും.
വിണ്ണിലിറങ്ങുണരുന്നു മന്നിടം കോരിത്തരിച്ചു നിൽക്കുന്നു. വിണ്ണിലിറങ്ങുണരുന്നു മന്നിടം കോരിത്തരിച്ചു നിൽക്കുന്നു. നന്മ നിറയും നല്ലൊരു നാടിൻ സർഗോത്സവരാവ്, സുന്ദര സുരഭിലരാവ്, ആനന്ദദായ രാവ്. GTF അനുപമി സൗഹൃദ വലയം, GTF സുലഭമി സുന്ദര നിമിഷം, GTF അലക്കടൽ പോൽ ഹർഷോന്മാദം, GTF ഇടനെഞ്ചിൻ തുണ്ടുവിനോദം. അഭിമാനമായി നേർവഴി കാട്ടിപ്പിരിഞ്ഞവരെ സ്മരിപ്പൂ നിങ്ങളെ ഈ ധന്യവേളയിൽ. അദൃശ്യമാം സാന്നിധ്യം കൊതിച്ചു ഞങ്ങൾ. GTF അനുപമി സൗഹൃദ വലയം, GTF സുലഭമി സുന്ദര നിമിഷം, GTF അലക്കടൽ പോൽ ഹർഷോന്മാദം, GTF ഇടനെഞ്ചിൻ തുണ്ടുവിനോദം. അകലാപ്പുഴയാം കൂന്തലൊതുക്കിയും അറബിക്കടലിൻ ചിലങ്ക കിലുക്കിയും കനിവാർന്ന സ്നേഹത്തിൻ പാലിലാവൊഴുക്കുമീ ആർദ്രമാം ഹൃദയത്തിൻ വഴിത്താരയിൽ. GTF അനുപമി സൗഹൃദ വലയം, GTF സുലഭമി സുന്ദര നിമിഷം, GTF അലക്കടൽ പോൽ ഹർഷോന്മാദം, GTF ഇടനെഞ്ചിൻ തുണ്ടുവിനോദം. സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘസുഹൃതമീശ്വര ഹൃദയം. എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘസുഹൃതമീശ്വര ഹൃദയം. തവ മൃദുസ്മേര സിന്ദൂരം ഉഷക്കാല സന്ധ്യാരാഗം സപ്തസാഗരോപമന്ദിൻ യോഗവൈഭവം. തവ മൃദുസ്മേര സിന്ദൂരം ഉഷക്കാല സന്ധ്യാരാഗം സപ്തസാഗരോപമന്ദിൻ യോഗവൈഭവം. നിത്യസുന്ദരേ വശ്യമോഹിനേ ലയോതാരമേ പദജലനം. ആനന്തനം താനം തനം താനം തപനം ഗാനം ഗമനം താനം തപനം ഗാനം ഗമനം യാനം യമനം മുഖരിതമീ മൗനം പ്രണവമന്ത്രണം രിമഗരിസ നിധമപസ നിധമപസമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘസുഹൃതമീശ്വര ഹൃദയം. ഇനി കണ്ണീർ
കണിമലരാകും പരിവേദനമോ പനിനീരാകും ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും പാപാന്തകാരം പാർവണമാകും പാതേയമാകും പുണ്യങ്ങൾ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആശ്രയമാകും ദേവാംശം ഇനി കണ്ണീർ കണിമലരാകും ആനം തനം തനം ധം ധം തനം ധം ധം തനം ധം ധം തനം ആനം തനം തനം ധം ധം തനം ധം ധം തനം ധം ധം തനം താനം തപനം ഗാനം ഗമനം താനം തപനം ഗാനം ഗമനം യാനം യമനം മുഖരിതമീ മൗനം പ്രണവമന്ത്രണം വിമഗരിസ നിധമപസ നിധമപസ ജണുദഗപസ നിധ തഗദരിതജം നിധമതകജം മകരിസ തകിടപാസ തഗതിമിഗാമ തരികിട സഗ തഗതരിതജം പാസമകരിസ തോം തഗജണുദമ കുക്കും തരി നിധമപസഗരിതജം സഗമഗമപജണുദതിമി സക്ക തകിടതോ സനിധമ തകിടതോ സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോമാനം അനഘ സുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോമാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അസ്ഹർ വലിയ പറമ്പിൽ. GTF-ലെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ ഹിന്ദി സോങ് പാടുന്നു. മേരെ മെഹബൂബ് എന്ന കിഷോർ കുമാർജിയുടെ ഒരു പഴയ ഹിറ്റ് ഗാനം. नगमा वफा का गाता सनम, तुझसे सुनाना जाता सनम, फिर आज इधर आया हूँ मगर ये कहने मैं दीवाना, खत्म बस आज ये वहशत होगी, आज रुसवा तेरी गलियों ആരും മസലായി തുടങ്ങുമ്പോൾ ഒന്ന്
കാര്യം കശപിശയിലൊടുങ്ങുമ്പോൾ രണ്ട്, ആരും മസലായി തുടങ്ങുമ്പോൾ ഒന്ന്. കാര്യം കശപിശയിലൊടുങ്ങുമ്പോൾ രണ്ട്, മനസ്സിൽ നീ നട്ട മോഹത്തിൻ റോജ, ചെടിയിൽ മുള്ളുണ്ട് കൊള്ളേണ്ട രാജ. ഈ വിഷയം അറിയാത്തൊരാളില്ലടി, സംശയമായി തോന്നേണ്ട കാര്യമെന്ത്? ഈ വിഷയം അറിയാത്തൊരാളില്ലടി, സംശയമായി തോന്നേണ്ട കാര്യമെന്ത്? ഒരു സുഷിരം ഹൃദയത്തിൽ കാണാം സഖി, അത് വിഷമായി വിരഹം വീണതാവാം. അതിൽ മുഷിയാനൊന്നും ഇല്ല സഖി, അതിൽ വിഷമം തോന്നേണ്ടതില്ല സഖി. ഇത് പാപം മനുഷ്യന്റെ ജീവിതമാം, പകരുമ്പോൾ നോവുകൾ ഈ വിധമാം. ഇത് പാപം മനുഷ്യന്റെ ജീവിതമാം, പകരുമ്പോൾ വേദന ഈ വിധമാം. ഒരു സുഷിരം ഹൃദയത്തിൽ കാണാം സഖി, അത് വിഷമായി വിരഹം വീണതാവാം. നീയെറിഞ്ഞ കല്ല് പാഞ്ഞ് മാനത്തമ്പിളി പാതി മുറിഞ്ഞ് തോട്ടുവരമ്പിൽ വീണതെന്ന് പൊള്ളു പറഞ്ഞില്ലേ, പൊള്ളു പറഞ്ഞില്ലേ. നീയെറിഞ്ഞ കല്ല് പാഞ്ഞ് മാനത്തമ്പിളി പാതി മുറിഞ്ഞ് തോട്ടുവരമ്പിൽ വീണതെന്ന് പൊള്ളു പറഞ്ഞില്ലേ, പൊള്ളു പറഞ്ഞില്ലേ. താഴെ മരച്ചോട്ടിലിരുത്തി ഉറുമ്പിൻ നിലക്കൂട്ടിലെറിഞ്ഞ്, താഴെ മരച്ചോട്ടിലിരുത്തി ഉറുമ്പിൻ നിലക്കൂട്ടിലെറിഞ്ഞത് തലയിൽ വീണെന്നെ കടിച്ചതും, അത് തലയിൽ വീണെന്നെ കടിച്ചതും ഞാൻ മറന്നില്ല, ഞാൻ മറന്നില്ല. നീയെറിഞ്ഞ കല്ല് പാഞ്ഞ മാനത്തമ്പിളി പാതി മുറിഞ്ഞ് തോട്ടുവരമ്പിൽ വീണതെന്ന് പൊള്ളു പറഞ്ഞു. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇരയുന്നതെന്തേ? മഞ്ഞിൻ
ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു ഞാൻ ഏഴഴകേ നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു ഞാൻ ഏഴഴകേ പവിഴങ്ങൾ ചോരുന്ന ചുണ്ടിൽ നിന്നും ഒഴിയുന്നതെന്നുമെന്നാമമല്ലേ അറിയാതെ കാൽ വീരൽ കുറിമാനമെഴുതുന്നു ദേവി 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 അമ്മലയിലൊരിന്മലയിലൊരു മക്കൂട്ടിൽ ചേക്കേറും കിളിയൊന്നേ പോ മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ അതിലോലമോതിരക്കൈ നുണഞ്ഞൻ അകതാരിൽ പെയ്തു നീ പൂമഴയാ അതിലോലമോതിരക്കൈ നുണഞ്ഞൻ അകതാരിൽ പെയ്തു നീ പൂമഴയാ മഴവില്ലുലാളിച്ചതിൻ്റെ മുന്നിൽ മിഴിപീലി വീശിടും നോമലാളെ ശ്രുതിയാണു ഞാൻ എന്നിലലിയുന്ന ലയമാണു നീ ദേവി 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 അമ്മലയിലൊരിന്മലയിലൊരു മക്കൂട്ടിൽ ചേക്കേറും കിളിയൊന്നേ പോ മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ ലാലാ 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 ലാലാ